തിരുവനന്തപുരം നഗരത്തിൽ ദിവസങ്ങൾ കുടിവെള്ളം മുടങ്ങിയപ്പോൾ ജനങ്ങൾ അനുഭവിച്ചത് തീരാ ദുരിതം. അതേ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു കൂട്ടം മനുഷ്യർക്ക് കുടിവെള്ളം ലഭിക്കാതായിട്ട് മാസങ്ങളാകുന്നു. കുടിക്കാനും കുളിക്കാനും നെട്ടോട്ടമോടുകയാണ് ചെന്നിലോട് നിവാസികൾ. ജലവിഭവ അതോറിറ്റിയുടെ വീഴ്ചയെന്നാണ് ഇവരുടെ പരാതി. കുടിവെള്ള പ്രതിസന്ധിയിൽ നഗരം പരാതി പറയുമ്പോൾ പരാതി പറഞ്ഞുമെടുത്ത് നിസ്സഹായരായ കുറേ ജീവിതങ്ങളുണ്ട് ഇവിടെ. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മെഡിക്കൽ കോളേജിനോട് ചേർന്ന് കുമാരപുരത്തെ ചെന്നിലോട് പ്രദേശവാസികൾ. പഞ്ചായത്ത് കിണറുണ്ട്, പൊതു ടാപ്പുകളുണ്ട്, പക്ഷേ ഉപയോഗിക്കാൻ വെള്ളമില്ല. 7 മാസത്തോളമായി ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. പരാതികൾ പറഞ്ഞു, പ്രതിഷേധങ്ങൾ നടത്തി. കണ്ടില്ലെന്ന മട്ടാണ് അധികൃതർക്ക്. ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റി മൊത്തത്തിലുള്ളതായപ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രശ്നം ഡബിളായി. ഇത് ആദ്യം ഇവിടെ ഉണ്ടെന്ന് കൗൺസിലർ ഈ എന്ത് സാങ്കേതികത്വം മനസ്സിലാക്കണം. ആ കൗൺസിലറും MLA കൂടെ ഒക്കെ എന്ത് സാങ്കേതികത്വം, വെറുതെ വന്ന് ഇവിടെ പാവങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് പോയാൽ പോരാ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വാട്ടർ അതോറിറ്റി കൃത്യമായി ബില്ല് അയക്കുന്നുണ്ട്. ഞങ്ങളുടെ കണക്ഷൻ തന്നെയാണ് എന്നാൽ അവർ അത് പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്യണില്ല. അവർ ബില്ല് കൊണ്ടുവരണം, വന്ന് എഴുതുന്നു. എൻ്റെ വീട്ടിലും പൈപ്പുണ്ട്, വെള്ളമില്ല. ചുറ്റുമുള്ള പ്രദേശത്ത് വെള്ളമുണ്ടെങ്കിലും ഞങ്ങൾക്ക് വെള്ളമില്ലാത്തത് എന്തെന്ന് ചോദിക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് ജലവിഭവ അതോറിറ്റി. ഈ മുകളിലോട്ടുള്ള ഫ്ലാറ്റുകളിൽ എല്ലായിടും 24 മണിക്കൂറും വെള്ളമുണ്ട്. ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് താഴെ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് ഈ കയറ്റം എന്ന് പറഞ്ഞ റോഡിലോട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് മാസം 4 കഴിഞ്ഞു. ഇതുവരെ ആരും വന്നിട്ടില്ല. പരാതി കേട്ടുമെടുക്കുമ്പോൾ താൽക്കാലിക പരിഹാരമുണ്ടാക്കും. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ അവസ്ഥ പഴയ പടിയിലാകും. ആ ഓരോ ഹയർ അതോറിറ്റിയിലേക്ക് പോകുമ്പം അവർ അന്നത്തേക്കുള്ള സൊല്യൂഷൻ നമുക്ക് തരുന്നുണ്ട്. പിന്നെ വീണ്ടും പഴയ ഗതിയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇത് കൊച്ചു മക്കളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തവരാണ്, എൻ്റെ അച്ഛൻ സ്ട്രോക്ക് വന്ന വ്യക്തിയാണ്. പ്രശ്നങ്ങളെപ്പറ്റി ജനങ്ങൾ ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ കൗൺസിലറിന്റെ മറുപടി ഇങ്ങനെ: വെള്ളത്തിന്റെ പൊതുവായ ഒരു വിഷയം ഉണ്ടല്ലോ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കില്ല. അതിലിപ്പോ ടാങ്കറിൽ വെള്ളം കൊടുക്കല്ലേ, അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴതിന്റെ അപ്പുറത്ത് വേറെ ഭാഗത്ത് കൊടുത്തോണ്ടിരിക്കുന്നു. 10 രൂപ വെള്ളം വാങ്ങിച്ചാൽ എത്ര നേരം കുടിക്കും? ഞങ്ങൾ കണ്ണും കാഴ്ചയില്ല, 2 കാലും വയ്യാത്തവരൊക്കെ എന്തൊരു ചെയ്യും? ഞങ്ങൾ കഷ്ടപ്പെടണം സാറേ. ഞങ്ങൾക്ക് ഇത് 4 ഏരി എന്ന് കടം വയ്ക്കാം. ഒരു ഗ്ലാസ് ഞങ്ങൾക്ക് വെള്ളം ചോദിച്ചാൽ കടം തരൂല്ല. അതുകൊണ്ട് ഈ വയസ്സായവരൊരുത്ത ആരുമില്ല കൊണ്ട് തരാനും വെള്ളം കൊണ്ട് തരാനും എടുക്കാനും. തീരുന്നില്ല തീരാ ദുരിതം, തീരുന്നില്ല സാങ്കേതികത്വം. ചെന്നിലോട് കോളനി സ്വദേശികൾക്ക് വെള്ളം കിട്ടാക്കിനിയായിട്ട് മാസങ്ങളേറെയായി. തിരിഞ്ഞു നോക്കുന്നില്ല ഇങ്ങോട്ടാരും. കെ ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം.